മുനിസിപ്പാലിറ്റികളിലും ഓരോ പട്ടണങ്ങളിലും ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഇന്ന് തമിഴകത്തിന്റെ കടൽ വിജയത്തിൽ നിന്ന് പോലും അത് വളരെ കമ്മിയായി കുറച്ചു വന്നുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി വളരെയധികം പ്രയത്നിച്ചുകൊണ്ട് ഒരുപാട് പദ്ധതികൾ തമിഴകത്തിൽ ഇന്ന് ശ്രീമാൻ സ്റ്റാലിൻ അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അടുത്തത് ഈ ഭരണം വീണ്ടും ഇവിടെ തുടരണമെന്ന് ആഗ്രഹമുള്ള നല്ലവരായ നാട്ടുകാരെല്ലാവരും ഓരോ വിഷയങ്ങളും പറയുകയാണെങ്കിൽ വളരെ വ്യക്തമായി പരത്തിനോർത്ത് പറയേണ്ടതുണ്ട്. പക്ഷേ സമയം പരിമിതിയല്ല. 8 മണിയായിട്ടുണ്ട്. വീണ്ടും 2 ദിവസങ്ങൾക്ക് ശേഷം ഈ മുതിരക്കാട് ബജാറിൽ അതിനെക്കുറിച്ചെല്ലാം വളരെ വ്യക്തമായിക്കൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഒന്ന് സംസാരിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഏപ്രിൽ 23-ാം തീയതി നടക്കാനിരിക്കുന്ന തമിഴ്നാട്ടിന്റെ 17ാമത് നിയമസഭ തെരഞ്ഞെടുപ്പ് നിങ്ങളുടെ വിലയേറിയ ഓരോ സമ്മതിദാവകാശങ്ങളും ഈ നാട്ടിലെ ആദരിയുന്ന അന്തയറിയുന്ന നമ്മുടെ നാടിന്റെ സ്പന്ദനമറിയുന്ന ശ്രീമാൻ രാവിലെ അവർക്ക് ഉദയസൂര്യൻ ചിഹ്നത്തിൽ നിങ്ങളുടെ സമ്മതിദാവകാശങ്ങൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എതിർപക്ഷത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി 5 വർഷക്കാലത്തോളം തമിഴ്നാടിന്റെ നിയമസഭയിലുണ്ടായിരുന്നു. എന്ത് വികസനമാണ് എതിർപക്ഷത്തു നിന്നും MLA ആയി ഇന്ന് ഈ ജനങ്ങളുടെ മധ്യത്തിൽ വീട്ടിൽ നിന്ന് ഇറക്കി വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു കൊണ്ടുവരുന്ന ശ്രീമാൻ ജയശ്രീൻ അവർ ഈ ബീദർക്കാട് ടൗണിൽ എന്ത് വികസനമാണ് അദ്ദേഹത്തിന്റെ വികസന ആശയിൽ നിന്നും എന്ത് വികസനമാണ് ചെയ്തിട്ടുള്ളത് എന്ന് നിങ്ങൾ ഓർത്തുകൊള്ളണം. സാധാരണ ഒരു MLAക്ക് വർഷത്തിൽ 3 കോടി രൂപ 3 കോടി രൂപയുടെ അടുത്ത് അവർക്ക് ഫണ്ട് ഗവൺമെന്റ് അനുവദിച്ചു കൊടുക്കുന്നതാണ്. ജയലളിതയുടെ ഭരണകാലത്തെ പോലെയുള്ള എടപ്പാടിയുടെ ഭരണകാലത്തെ പോലെയുള്ള സ്റ്റാലിൻ അവർക്ക് തമിഴകത്തിൽ ഭരണം നടത്തിയപ്പോൾ പ്രതിപക്ഷത്തിൽ നിന്നും ഭരണപക്ഷത്തിൽ നിന്നും ഒരേ കണ്ണുകൊണ്ട് കണ്ട ഏകോറ്റ നേതാവ്, ഗവൺമെന്റ് നേതാവ്, ഇന്ത്യയുടെ നേതാവ്, വർഗീയവാദികളുടെ കയ്യിൽ നിന്നും ഇന്ത്യ രാജ്യത്തെ മോചിപ്പിക്കാൻ തന്റേടമുള്ള ഒരൊറ്റ നേതാവ് ശ്രീമാൻ സ്റ്റാലിൻ അവർക്കുള്ളതാണ്. എന്ത് വികസനമാണ് ജയശ്രീൻ അവർ ഈ മുല്ലക്കാട് പ്രദേശത്ത് ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുന്നുണ്ട്. കുറെ ട്രൈബൽസ് ജനങ്ങളെ ഒരു പ്രതിരോധത്തിന്റെ ട്രൈബൽസ് ജനങ്ങളെ ശ്രീമാൻ ജയശ്രീൻ അവർ അഭിലാഷങ്ങളിലേക്ക് കൊണ്ടുപോവുകയും നിയമസഭാ മന്ദിരം ചുറ്റിക്കാണിക്കുകയും ചെയ്ത് ഞാൻ ഈ ഗോവല്ലൂർ നിയമസഭാ മന്ദിരത്തിലെ ട്രൈബൽസ് ജനങ്ങളുടെ കൂടെയാണ്, ആദിവാസി ജനങ്ങളുടെ കൂടെയാണ് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട ഗോവല്ലൂരിന്റെ ഇന്നത്തെ MLA ശ്രീമാൻ ജയശ്രീൻ അവരെ ഓർത്തുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ശ്രീമാൻ ജയശ്രീൻ അവരെ നിങ്ങളുടെ വികസന ആശയം നിന്ന് ഗോവല്ലൂർ നിയമസഭാ മണ്ഡലത്തിന്റെ എത്ര ആദിവാസി ജനങ്ങളുണ്ടോ അവരുടെ ആദിവാസി ഗ്രാമങ്ങളിൽ ഒരു കുടിനീരിനുള്ള പൈപ്പ് നിൽക്കുന്നുണ്ട് എന്ന് ഈ മുതിരക്കാടുകളോട് സംസാരിക്കാൻ കഴിയുന്നു. നിങ്ങൾ